പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാമല്ലോ, ജനകീയ വിഷയങ്ങൾ 24-ന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഈ പരിപാടിയുടെ ഭാഗമായി അത് മാറും. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇനി പറയുന്നതാണ്: 0484-2830-510. ഈ നമ്പറിൽ വിളിച്ച് ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏതെങ്കിലും വാർത്തകൾ, ദൃശ്യങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട്. വാട്സാപ്പിൽ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയക്കാം. 6235968937 ഈ നമ്പറിൽ ദൃശ്യങ്ങൾ വാട്സാപ്പിലൂടെ അയച്ചു നൽകുകയും ചെയ്യാം. നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം പോകുന്നു. മിന്നൽ പണിമുടക്ക് മൂലം അന്നം മുടങ്ങേണ്ടി വരുന്ന അവസ്ഥയിലാണ് നാട്ടിലെ ജനങ്ങൾ. അമ്പലമുകൾ BPCL LPG ബോട്ട്ലിംഗ് പ്ലാന്റിലെ ഡ്രൈവർമാരുടെ പണിമുടക്കിൽ 7 ജില്ലകളിലേക്കുള്ള 140ഓളം സർവീസുകളാണ് മുടങ്ങിയത്. കൂലിത്തർക്കത്തെ തുടർന്ന് കരാറുകാർ മർദ്ദിച്ചു എന്നാരോപിച്ച് പ്ലാന്റിലെ 200ഓളം ഡ്രൈവർമാരാണ് പണിമുടക്കുന്നത്. 24 മണിക്കൂറിനപ്പുറം സമരം നീണ്ടാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ചെറുതാകില്ല. BPCLലെ ഡ്രൈവർമാരുടെ സമരം കേരളത്തിലെ 7 ജില്ലകളെയാണ് ബാധിക്കുക. ഈ സമരം ഇനിയും നീണ്ടാൽ വലിയ പ്രതിസന്ധിയിലേക്കാകും കേരളം നീങ്ങുക. 170 ലോറികളാണ് അമ്പലമുകൾ BPCL നിന്ന് പ്രതിദിനം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്നത്. കൂടുതലും വടക്കൻ കേരളത്തിലെ ഗ്യാസ് ഏജൻസികളിലേക്ക്. 24 മണിക്കൂറിനപ്പുറം സമരം നീണ്ടാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ചെറുതാവില്ല. ഒരു ദിവസത്തെ വിതരണത്തിനുള്ള സിലിണ്ടറുകൾ മാത്രമാണ് ഏജൻസികളിൽ ഉണ്ടാവുക. പുതിയ ലോഡുകൾ എത്താതാവുന്നതോടെ പാചകവാതകക്ഷാമം രൂക്ഷമാകും. അടുക്കളകൾ നിശ്ചലമാകും. കൊടകരയിൽ ഡ്രൈവർ ശ്രീകുമാറിന് നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ്. അടികൊണ്ട് നിലത്തു വീണെങ്കിലും വീണ്ടും മർദ്ദനം. ജനനേന്ദ്രിയത്തിലേറ്റ ചവിട്ട് ഗുരുതരമായി. ആന്തരിക അവയവങ്ങൾക്കും ക്ഷതമേറ്റു. ലോഡിറക്കാൻ കരാർ തുകയേക്കാൾ 20 രൂപ കൂട്ടി നൽകണമെന്ന ആവശ്യം നിരസിച്ചതോടെയായിരുന്നു മർദ്ദനം. ഞങ്ങൾ ചെല്ലുന്ന ഏജൻസികളിലൊക്കെ ഞങ്ങൾക്ക് വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. കയറ്റർക്ക് കൂലിയുടെയാണെങ്കിലും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പല രീതിയിലുള്ള അനുഭവങ്ങളാണ് കടന്നു വന്നത്. ഇതുവരെയുള്ള സംഭവങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അസഭ്യങ്ങളും കാര്യങ്ങളാണ്. ഇപ്പോൾ കയ്യേറ്റമാണ് നടന്നത്. ഇന്നലെ അതിക്രൂരമായിട്ടാണ് ഞങ്ങളൊരു സഹപ്രവർത്തനം വർദ്ധിച്ചത്. വടക്കൻ കേരളത്തിലെ പാചകവാതക വിതരണം നിലച്ചാൽ പിന്നീട് അത് കേരളത്തെ ആകെ ബാധിക്കും. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ സംസ്ഥാന വ്യാപക സമരത്തിനാണ് ഡ്രൈവർമാർ ഒരുങ്ങുന്നത്. സമരത്തെ നേരിടാൻ പുറത്തുനിന്ന് ഗ്യാസ് സിലിണ്ടറുകൾ എത്തിക്കുന്നതിനും പരിമിതിയുണ്ട്. സർക്കാർ തലത്തിലെ ചർച്ചയാണ് സംയുക്ത സംഘടന പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ വീടുകളിലേക്കും ഹോട്ടലുകളിലേക്കും ഒക്കെ എത്തേണ്ട ഗ്യാസ് സിലിണ്ടറുകളാണ് BPCLൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. പ്രശ്നപരിഹാരം അടിയന്തരമായി ഉണ്ടായില്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന വില അത് ചെറുതല്ലെന്ന ഓർമ്മയാണ് അധികാരികൾക്ക് വേണ്ടത്. കൊച്ചിയിൽ നിന്നും അരുൺ നീണ്ടൂരിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ സമരം ആരംഭിച്ചിട്ട് മണിക്കൂറുകൾ കഴിയുകയാണ്. 24 മണിക്കൂറിനപ്പുറം സമരം നീണ്ടാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ചെറുതായിരിക്കില്ല. 7 ജില്ലകളിലെ ആളുകളെ ഇത് നേരിട്ട് ബാധിക്കും. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം എന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. പ്രതികരണങ്ങൾ നോക്കാം. കൂടുതൽ പൈസ ചോദിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഞങ്ങൾ കൊടുത്ത ഈ പൈസ ഞങ്ങൾക്ക് കോൺട്രാക്ട് തരില്ല, ഞങ്ങളുടെ ലോറി ഓണേഴ്സ് തരില്ല. അപ്പോൾ ഇത്രയും കറക്റ്റായിട്ട് കൊണ്ടുകൊടുക്കുന്നിടത്ത് ചില യൂണിയൻ വിഭാഗങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിന് കാരണം ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് ഒരു സംരക്ഷണമല്ല. വിവിധ ഭാഗത്ത് നിന്ന് വരുന്ന ഡ്രൈവർമാരാണ് ഞങ്ങൾ. രാവും പാലില്ല, വീട്ടിലും പോവാതെ ലോഡ് കൃത്യമായി എത്തിക്കുന്നവരെ ഉപദ്രവിക്കാമെന്ന് ഒരു സ്വഭാവം അംഗീകരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ബാധിക്കും. ഇത് ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ അല്ലാതെ തന്നെ ഇപ്പോൾ ഇവിടുന്നുള്ള ചരക്ക് നീക്കം വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഈ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ വളരെയധികം അത് ബാധിക്കും. നമ്മളെ കാത്ത് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളതിനനുസരിച്ച് നമ്മൾ പെരുമാറാറില്ല. നമ്മളെപ്പോഴും എപ്പോഴും നമ്മൾ ഒതുങ്ങി ജീവിക്കാനേ നമ്മൾ ശ്രമിക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇതിൽ നമ്മൾ പതുക്കെ പിൻവാങ്ങി പോകത്തുള്ളൂ എല്ലായിടത്തും. കോൺട്രാക്ടർമാർ പൈസ തരുന്നതനുസരിച്ച് നമുക്കത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ പുള്ളിക്ക് ആന്തരിക കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്ഷതമായിട്ടുണ്ട്. മൂത്രം പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോഴത്തേക്ക് മെഡിക്കൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ നമുക്കൊരു സുരക്ഷ എവിടെ നിന്നാണെങ്കിലും നമുക്ക് ഏത് ഏജൻസി പോയാലും നമ്മൾ സുരക്ഷ കിട്ടണം നമുക്ക്. എങ്കിലും നമുക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉള്ളൂ. അപ്പോൾ അവിടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വാർത്തയിലേക്കാണത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളിലേക്കാണ്. വിമാന കമ്പനിയും ജീവനക്കാരും തമ്മിലുള്ള പോരിൽ തുടർച്ചയായ 2ാം ദിവസവും പെരുവഴിയിൽ തന്നെയാണ് യാത്രക്കാർ. കൂട്ടത്തോടെ അസുഖാവധിയെടുത്ത ജീവനക്കാർക്കെതിരെ എയർ ഇന്ത്യ എക്സ്പ്രസ് ശിക്ഷാ നടപടികൾ തുടങ്ങി. പ്രതിസന്ധി പരിഹരിക്കാൻ ലേബർ കമ്മീഷണറുടെ മധ്യസ്ഥ ശ്രമം തുടരുകയാണ്. എന്ന് വെച്ചാൽ ചർച്ച ഇപ്പോഴും നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എയർ ഇന്ത്യയിൽ നഗ്നമായ തൊഴിൽ നിയമ ലംഘനം നടക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ലേബർ കമ്മീഷണർ ടാറ്റ ഗ്രൂപ്പിന് അയച്ച ഇമെയിൽ
പോരിൽ പുറത്തുവന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ കൂട്ടമായി അവധിയെടുത്ത് നടത്തിയ സമരത്തെ തുടർന്ന് ഇന്നലെ മാത്രം മുടങ്ങിയത് 80ഓളം വിമാന സർവീസുകളാണ്. മാനേജ്മെന്റിനോടുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് 200-ലേറെ വരുന്ന ജീവനക്കാർ രോഗാവധിയെടുത്ത് സമരത്തിന്റെ ഭാഗമായത്. കൂട്ടാവധി മുൻകൂട്ടി തയ്യാറാക്കിയ ധാരണ പ്രകാരമെന്നാണ് എയർ ഇന്ത്യ ജീവനക്കാർക്ക് അയച്ച പിരിച്ചുവിടൽ നോട്ടീസിൽ പറയുന്നത്. സ്ഥാപനത്തെ നാണം കെടുത്തിയ നടപടിയാണ് ഉണ്ടായത്. കമ്പനിയുമായുള്ള കരാറിലെ വ്യവസ്ഥകൾ ജീവനക്കാർ ലംഘിച്ചെന്നും അതുമൂലം ആയിരക്കണക്കിന് യാത്രക്കാർ വലഞ്ഞെന്നും നോട്ടീസിലുണ്ട്. പ്രതിഷേധിക്കുന്ന ക്യാബിൻ ക്രൂവിന് പറയാനുള്ളത് കേൾക്കാൻ സന്നദ്ധമാണെന്ന് കമ്പനി സിഇഒ ജീവനക്കാർക്ക് അയച്ച ഇമെയിലിൽ പറയുന്നു. അതേസമയം സ്ഥാപനവും ജീവനക്കാരും തമ്മിലുള്ള പ്രശ്നം ഗുരുതരമാക്കിയതിൽ മാനേജ്മെന്റിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തെളിവ് ഇന്ന് പുറത്തുവന്നു. ഡൽഹിയിലെ റീജിയണൽ കമ്മീഷണർ പ്രശ്നത്തിൽ ഇടപെട്ട് മെയ് 3 ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ അയച്ച ഇമെയിലാണ് പുറത്തുവന്നത്. നഗ്നമായ തൊഴിൽ ലംഘനം നടന്നെന്നും പ്രശ്നപരിഹാരത്തിന് മാനേജ്മെന്റ് സഹകരിച്ചില്ലെന്നും ലേബർ കമ്മീഷണർ കുറ്റപ്പെടുത്തി. തെറ്റായ വിവരങ്ങൾ നൽകി കമ്മീഷനെ വഴിതെറ്റിക്കാൻ കമ്പനി ശ്രമിച്ചെന്നും കുറ്റപ്പെടുത്തുന്നു. അതിനിടെ മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ 2ാം ദിവസവും റദ്ദാക്കിയതോടെ യാത്രക്കാർ ദുരിതത്തിലായി. വിസ കാലാവധിയും അവധിയും തീരുന്നവർ ഉൾപ്പെടെയുള്ള പ്രവാസികളാണ് ഏറെ വലഞ്ഞത്. തിരുവനന്തപുരം, കണ്ണൂർ, കരിപ്പൂർ, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിലായി ഇന്ന് മാത്രം റദ്ദാക്കിയത് 20-ലധികം എയർ ഇന്ത്യ സർവീസുകൾ. എനിക്ക് ഇന്ന് എൻ്റെ ലീവ് തീരുന്നത് 180 ദിവസം ഇന്ന് തീരുക. അത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോയി ഇറങ്ങാൻ പറ്റത്തില്ല. അവർ റീഫണ്ട് തരാമെന്ന് പറയുന്നു. അത് റീഫണ്ട് തന്നു കഴിഞ്ഞാലും എനിക്ക് അപ്പോഴും പോയി തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല. കാരണം 7 ദിവസം കഴിഞ്ഞ് ആ പൈസ എനിക്ക് കിട്ടത്തുള്ളൂ. അടുത്ത ടിക്കറ്റ് എടുക്കണമെങ്കിൽ 10-30,000 രൂപ വീണ്ടും വേണം. എനിക്ക് നാളെ പോകാനുള്ള ഇത് ഇവർ ഉറപ്പ് തരുമെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ഉറപ്പ് തരാൻ പറ്റില്ല. എനിക്ക് ഇന്ന് പോയാൽ നാളെ പോയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി പോക്കാണ്. 10:45 ഫ്ലൈറ്റാണ്. എനിക്ക് പോകേണ്ട 7 മണിക്ക് അവിടെ വരണ്ടേ. ഇന്നലെ ക്യാൻസൽ ചെയ്ത പല ടിക്കറ്റുകളും നാളത്തേക്കാണ് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ സമരം അവസാനിച്ചില്ലെങ്കിൽ ഈ സർവീസുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ലെന്ന് യാത്രക്കാർ പറയുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ ആവശ്യം എന്തായാലും അത് ചർച്ചയിലൂടെ സംസാരിച്ച് പരിഹരിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ജീവിതം കെട്ടിപ്പടുക്കാനായി പ്രവാസത്തിലേക്ക് കാലെടുത്ത് വെച്ച ഒരുപാട് പേരുടെ ജീവിതം പെരുവഴിയിലാക്കും. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. ഒരു പ്രശ്നപരിഹാരം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത നിമിഷം തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്ത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഭൂമി തരം മാറ്റത്തിൽ സ്വകാര്യ ഏജൻസികളുടെ കടന്നുകയറ്റം എന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ. ഓപ്പറേഷൻ കൺവേർഷൻ എന്ന പേരിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഷഫീദ് റാവുത്തർ ഇപ്പോൾ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഈ തരമാറ്റലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒട്ടേറെ പരാതികൾ ഉള്ളതാണ്. ഇപ്പോൾ എന്താണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഷഫീദ്? റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിൽ ചില ക്രമക്കേടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായും വിജിലൻസിന് ലഭിച്ച രഹസ്യ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ മുതൽ വിജിലൻസ് സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ നടത്തിയത്. ഇതിൽ ഭൂമിതരം മാറ്റത്തിൽ സ്വകാര്യ ഏജൻസികളുടെ കടന്നുകയറ്റവും ക്രമക്കേടും കണ്ടെത്തിയിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും സ്വകാര്യ ഏജൻസികളും റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരും ഭൂമി തരം മാറ്റത്തിന് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തി. കൂടാതെ 50 സെന്റിൽ കൂടുതൽ വിസ്തീർണമുള്ള ഭൂമിയുടെ 10% ജലസംഭരണത്തിനായി മാറ്റിവെക്കണമെന്ന ചട്ടം അട്ടിമറിച്ചുവെന്നും കണ്ടെത്തലുണ്ട്. ഒരു ഏജൻസിയുടെ ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് മാത്രം വിവിധ റവന്യൂ ഡിവിഷൻ ഓഫീസുകളിൽ 700 അപേക്ഷകൾ സമർപ്പിച്ചതായും കണ്ടെത്തി. ഇടുക്കി റവന്യൂ ഡിവിഷൻ ഓഫീസിൽ 2 ഏക്കറോളം ഭൂമി തുച്ഛമായ തുക ഈടാക്കി തരം മാറ്റിയെന്നും ഇടുക്കി, പാലക്കാട് ഓഫീസുകളിൽ 2017 ശേഷം ആധാരം ചെയ്ത വസ്തുക്കളും തരം മാറ്റിയെന്നും കണ്ടെത്തലുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ വ്യാപക തുടർ പരിശോധനയ്ക്കാണ് വിജിലൻസ് നീക്കം നടത്തുന്നത്. ഉന്മേഷ്, ശരി, ഏതായാലും വിജിലൻസിന്റെ കണ്ടെത്തലുകൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ ഇപ്പോൾ നൽകിയത്. അടുത്ത റിപ്പോർട്ടിലേക്ക്. കുഴിനകം ചികിത്സിക്കാൻ സർക്കാർ ഡോക്ടറെ വീട്ടിൽ വിളിച്ചു വരുത്തിയ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിനെതിരെ പ്രതിഷേധം. കളക്ടറുടേത് അധികാര ദുർവിനിയോഗം എന്നാണ് വിമർശനം. വൻ തിരക്കുള്ള തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടറെയാണ് കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇത് പരാതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കളക്ടറുടെ നടപടിക്കെതിരെ ആരോഗ്യ റവന്യൂ വകുപ്പ് മന്ത്രിമാരെ സമീപിച്ചിരിക്കുകയാണ് സർക്കാർ ഡോക്ടേഴ്സ് സംഘടനയായ KGMOA. പരിഷ്കൃത കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് തിരുവനന്തപുരം കളക്ടറുടെ നടപടി. കുഴിനഖം ചികിത്സിക്കാനായി സർക്കാർ ഡോക്ടറെ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. അതും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ OPകളിൽ രോഗികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതിനിടെ. ലജ്ജയുളവാക്കുന്ന ഈ സംഭവം ഉണ്ടായത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച. ഒരു ഡോക്ടറെ വിട്ടു നൽകണമെന്ന് DMOയോട് കളക്ടറുടെ വസതിയിൽ നിന്ന് ആവശ്യപ്പെട്ടു.
തുടർന്ന് സർജനെ അവിടേക്ക് വിടാൻ ജനറൽ ആശുപത്രി സൂപ്രണ്ട് നിർബന്ധിതനായി. കളക്ടറുടെ കുഴിനഖം ചികിത്സിക്കാനാണ് വിളിച്ചു വരുത്തിയതെന്ന് സർജൻ അറിയുന്നത് വസതിയിലെത്തിയപ്പോൾ. ജീവനക്കാരുടെ കടുത്ത ക്ഷാമമുള്ള ജനറൽ ആശുപത്രിയിൽ OPയിൽ രോഗികളുടെ വൻ തിരക്കുള്ളപ്പോഴാണ് കളക്ടറുടെ ഈ നടപടി. ജില്ലാ കളക്ടറുടെ നടപടി മൂലം പാവപ്പെട്ട രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടായതായി ഡോക്ടേഴ്സ് പറയുന്നു. അധികാര ദുർവിനിയോഗം നടത്തി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ സ്വകാര്യ ആവശ്യത്തിന് വസതിയിലേക്ക് വിളിച്ചു വരുത്തിയ ജില്ലാ കളക്ടറുടെ നടപടി അത്യന്തം പ്രതിഷേധാർഹമെന്ന് KGMOA. നമ്മളുടെ പാവപ്പെട്ട രോഗികൾ മണിക്കൂറുകളോളം OP ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കുന്ന ഒരു തിരക്കേറിയ OPയിൽ നിന്നാണ് മാനവവിഭവശേഷി വളരെ കുറഞ്ഞ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഡോക്ടറെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി അധികാരം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സ തേടിയിരിക്കുന്നത്. വളരെ നിസ്സാരമായ അസുഖത്തിനാണ് അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഡോക്ടറുടെ ചികിത്സ തേടിയിരിക്കുന്നത്. കളക്ടറുടെ ഭാഗത്തു നിന്ന് മുമ്പും സമാനമായ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണം. 3-4 മാസങ്ങൾ മുമ്പേയും സമാനമായ അനുഭവം നമ്മളുടെ ഡോക്ടർമാർക്ക് ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം പേരൂർക്കട മോഡൽ ആശുപത്രിയിൽ നിന്നും ഇതുപോലൊരു ഡോക്ടറെ ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കളക്ടറുടെ നടപടിക്കെതിരെ ആരോഗ്യ റവന്യൂ വകുപ്പ് മന്ത്രിമാർക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിരിക്കുകയാണ് KGMOA. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. ആരോഗ്യ വകുപ്പിലെ ഡോക്ടേഴ്സിനോട് മാന്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും KGMOA മുന്നറിയിപ്പ് നൽകി. ആൾത്തിരക്കുള്ള കളക്ടറേറ്റിൽ തനിക്കു മാത്രം സ്വസ്ഥമായി സഞ്ചരിക്കുന്നതിന് ഒരു ലിഫ്റ്റ് മുൻകൂറായി ബ്ലോക്ക് ചെയ്തു വെച്ചു എന്ന പരാതി കേട്ടതും ഇതേ കളക്ടർക്കെതിരെയാണ്. അതിനു പിന്നാലെയാണ് പുതിയ വിവാദം. എന്താണെങ്കിലും സംഭവം പുറത്തു വന്ന് ഇത്ര സമയമായിട്ടും കളക്ടർ ജെറോമിക് ജോർജ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. IAS ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. എന്നാലും ഇതൊക്കെ മോശമാണ് കളക്ടർ സാർ. നാട്ടിൽ കൊളോണിയൽ ഭരണമാണെന്ന് കരുതരുത്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ കളക്ടറുടെ നടപടി വിവാദത്തിലായിരിക്കുന്നു. സർക്കാർ ആശുപത്രികളിൽ OP ടിക്കറ്റിനായി കാത്തു നിൽക്കുന്നവരുടെ നീണ്ട നിര പലപ്പോഴും നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ OPയിൽ വൻ തിരക്കുള്ളപ്പോഴാണ് കളക്ടർ സർജനെ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയത്. വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല. പിന്നെ അത് തെറ്റാണ്. രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രോഗികളെ നോക്കണം. അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. കളക്ടറല്ല, ഇനി ആരായാലും ശരി. എത്ര രോഗികളെ വെളുപ്പിനെ ഒന്നുകൂടെ കാവൽ കിടക്കുന്നത് OP ടിക്കറ്റ് വെച്ചോണ്ട് അത് ശരിയല്ല. അതുകൊണ്ട് പറയാണ് അതങ്ങനെയാണ്. കളക്ടർമാർക്ക് നടപടിയെടുക്കണം. സാധാരണക്കാരെ പോലെയാണ് അവരും, വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളാണ് അവർക്കുള്ളത്. ഇപ്പം കളക്ടർ എന്നല്ല ആർക്കായിരുന്നാലും ഇത് സംഭവിച്ച ഡോക്ടർമാർ അങ്ങോട്ട് പോയി ചികിത്സിക്കേണ്ട കാര്യമില്ല. അവരെ ഇങ്ങ് വന്ന് നോക്കേണ്ട. ഇപ്പോൾ ക്യൂ നിന്ന് നമ്മൾ നിൽക്കും പോലെ ക്യൂ നിന്ന് വന്ന് നിന്നാൽ കുഴപ്പമില്ല. അത് തെറ്റല്ല, എല്ലാം തെറ്റ് തന്നെയാണ്. നമ്മൾ അവരെ പാവപ്പെട്ട നമ്മൾ ഇത്രയും പേര് ഇങ്ങനെ മെനക്കെട്ടിരിക്കുകയല്ലേ, ഇത്രയും ബുദ്ധിമുട്ട് നമ്മൾ ഇരിക്കുകയല്ലേ. 6 മണിക്ക് നമ്മൾ ഒന്നിങ്ങനെ കാവലിരിക്കുകയല്ലേ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഉദ്യോഗസ്ഥന്മാരും കൂടെ ഇങ്ങനെ കൂട്ടുനിന്ന മറ്റുള്ളവരെന്ത് ചെയ്യും? ആശുപത്രിയിൽ നിന്നല്ല ഇങ്ങനെ ഒരു സ്ഥലത്തിന് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നതൊക്കെ നല്ലൊരു ഏർപ്പാടല്ല. അപ്പോൾ അതാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. യൂട്യൂബിലും കമന്റുകൾ വരുന്നുണ്ട്. ജോസ്വിൻ ജോസഫ് ചോദിക്കുന്നത് കളക്ടർ രാജാവാണോ എന്നുള്ളതാണ്. കളക്ടറുടെ നടപടിക്കെതിരെ വിമർശനം ഉയരുന്നു, പ്രതിഷേധം ഉയരുന്നു. ഒരു ഭാഗത്ത് ചുറ്റിലും വെള്ളമുണ്ട്, എന്നാൽ കുടിക്കാൻ ഒരു തുള്ളി പോലുമില്ല. ഇതാണ് എറണാകുളം ഉദയംപേരൂർ പഞ്ചായത്തിലെ അവസ്ഥ. 1.5 മാസത്തിൽ അധികമായി രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുകയാണ് ഉദയംപേരൂരുകാർ. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം കൃത്യമായി നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഞങ്ങൾക്ക് ഇവിടെ മാസങ്ങളോളമായി കുടിവെള്ളം വന്നിട്ട് വെള്ളം ഇല്ലാത്ത, പൈപ്പ് വെള്ളവും ഇല്ല, കുളത്തിലില്ല, കിണറ്റിലില്ല, ഒരു എങ്ങും വെള്ളമില്ലായ്മയാണ്. കല്യാണം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന കാലം തുടങ്ങി, ജനിച്ചു വീണ കാലം തുടങ്ങി ഈ ഏരിയയിലുള്ള എല്ലാ ആളുകളും പറയുന്നതാണ് ഇവിടെ കുടിവെള്ള ക്ഷാമം പണ്ട് തുടങ്ങി ഞങ്ങൾ ഈ ഇല്ലായ്മ അനുഭവിക്കുന്നതാണെന്നുള്ളത്. എല്ലാവരും അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് പ്രാഥമിക ആവശ്യത്തിന് ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും ഞങ്ങൾക്ക് വെള്ളമില്ല. വേനൽ കടുത്താൽ ഉദയംപേരൂരിലെ ആളുകളുടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ആരംഭിക്കും. കക്കാട്, ചൂണ്ടി ജലപദ്ധതികൾ വഴി പൈപ്പ് ലൈനിലൂടെയുള്ള വെള്ളമാണ് പ്രധാന ആശ്രയം. എന്നാൽ കഴിഞ്ഞ 1.5 മാസമായി കുടിവെള്ള വിതരണം കൃത്യമായി നടക്കുന്നില്ല. ഏപ്രിൽ 4-ാം തീയതി എനിക്ക് ബില്ല് വന്നതാണ്. അത് 13.51 ആയിരുന്നു അതിൻ്റെ റീഡിങ്. ഇപ്പോൾ 13.55 റീഡിങ്. കാരണം
40 ദിവസത്തിനുള്ളിൽ എനിക്ക് 4000 ലിറ്റർ വെള്ളമാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെ ജീവിക്കണം? ഞാൻ എന്ത് ചെയ്യണം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വെല്ലിനൊരു കുറവില്ല. ഇപ്പോൾ പൈസ അടച്ചില്ലെന്ന് പറഞ്ഞ് 5 രൂപ ഫൈനും കൂടി അടച്ച് എനിക്ക് 252 രൂപ അടക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. വേനലായാൽ കിണറുകളിൽ ഉപ്പുവെള്ളം നിറഞ്ഞ് മലിനമാകും. ടാങ്കറുകൾ വഴി റേഷൻ പോലെ കിട്ടുന്ന വെള്ളം മാത്രമാണ് ഏക ആശ്രയം. ഇതും കൃത്യമായി ലഭിക്കാറില്ല. വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ പഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സത്യഗ്രഹ സമരം 3 ദിവസം പിന്നിട്ടു. 2 MLA-മാരുടെ നേതൃത്വത്തിൽ 2 പഞ്ചായത്ത് പ്രതിനിധികളുടെ നേതൃത്വത്തിൽ PW റെസ്റ്റ് ഹൗസ് വെച്ചൊരു മീറ്റിംഗ് കൂടുകയും ഈ വാട്ടർ അതോറിറ്റി പറഞ്ഞ് 2 പമ്പ് വെച്ചുകൊണ്ട് എല്ലാ ദിവസവും വെള്ളം തരാമെന്നുള്ളൊരു എഗ്രിമെൻ്റ് പ്രകാരമാണ് കഴിഞ്ഞ മാസം നമ്മളൊരു നിബന്ധന വെച്ച് തീരുമാനമെടുത്ത് പോകുന്നത്. അതിനുശേഷവും വെള്ളമില്ലാത്ത അവസ്ഥയിൽ ഇന്നിപ്പോൾ ഏകദേശം 47 ദിവസത്തോളം മാളേകാട്, വട്ടക്കാട് ഭാഗങ്ങളിൽ വെള്ളമില്ലാത്ത, അല്ലാതെ തന്നെ ഉദയംപേരൂരിൻ്റെ പല ഭാഗങ്ങളിലും കൃത്യമായിട്ട് വെള്ളം കിട്ടില്ല. MLA-മാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി കുടിവെള്ള വിതരണം കൃത്യമായി നടത്തുമെന്ന തീരുമാനമെടുത്തെങ്കിലും നടപ്പായില്ല. ഉദയംപേരൂരിലേക്ക് ലഭിക്കേണ്ട വെള്ളം മറ്റു പ്രദേശങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്നതായും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ 1.5 മാസക്കാലമായി ഉദയംപേരൂരും പരിസരത്തുമുള്ള ആളുകളുടെ ദുരവസ്ഥയാണിത്. ടാങ്കറിൽ കിട്ടുന്ന വെള്ളം മാത്രമാണ് ആശ്രയം. വേറെ ഒരു തരത്തിലും കുടിവെള്ളം പോലും ലഭ്യമാകുന്നില്ല. ക്യാമറമാൻ മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കുടിവെള്ള പ്രശ്നം ഒരു പ്രശ്നം തന്നെയാണ്. ഉദയംപേരൂർ പഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിൽ സമരം ആരംഭിച്ചിട്ട് 4 ദിവസം പിന്നിടുകയാണ്. എന്താണ് ഇക്കാര്യത്തിൽ വരുന്ന പ്രതികരണങ്ങൾ എന്ന് നോക്കാം. ഇന്നലെ തന്നെ ആയാലും നമ്മൾ കാശ് കൊടുത്ത് വെള്ളം അടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളം ടാങ്കറിൽ കൂടി കിട്ടുന്നില്ല. 2000 ലിറ്റർ ഒരാഴ്ചത്തേക്ക് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 2000 ലിറ്ററെങ്കിലും പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അത്യാവശ്യം എല്ലാം പിടിച്ചാണ് ചെയ്യുന്നത്. എന്നിട്ടും നമുക്ക് അതുപോലും കിട്ടുന്നില്ല. കറക്റ്റ് ഇലക്ഷൻ്റെ അന്ന് വരെ ഞങ്ങൾക്ക് വെള്ളം കിട്ടി. ഇവിടെ എന്താ രസം എന്ന് വെച്ചാൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വെള്ളം ചൂഷണവും മോഷണവും ചെയ്യുകയാണ്. അതാണ് ഉദയംപേരൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് മുഖ്യ കാരണം. ഈ മോഷണവും ചൂഷണവും നിർത്തി ഉദയംപേരൂർ പഞ്ചായത്തിലേക്കുള്ള വെള്ളം ആ പഞ്ചായത്തിലേക്ക് മാത്രം തന്നാൽ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കും. ഇവിടെ അവസാനിക്കുന്നല്ല, സിമ്പിളായി കൈകാര്യം ചെയ്യാനാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഒറ്റ അനാസ്ഥയാണ്. അധികാരികൾ ഇപ്പോൾ യാതൊന്നും തന്നെ പറയുന്നില്ല. നിങ്ങൾ സമരം നിർത്തുന്നുള്ള ഒരു പല്ലവി മാത്രം. പക്ഷേ നമ്മുടെ MLA-യും പിന്നെ ചീഫ് എഞ്ചിനീയറൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടും അവർ ഇതിൽ MLA-യുടെ ഒരു നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് കുടിവെള്ളം എത്താനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം വകവയ്ക്കാതെ പരിഷ്കരിച്ച മാതൃകയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഉറച്ചിരിക്കുകയാണ് ഗതാഗത വകുപ്പ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം ബിൻ ബേബി ചോദിക്കുന്നുണ്ട്. എയർ ഇന്ത്യ സമരം തീർന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർന്നതായി ഇതുവരെ അറിവില്ല. ഒരുപക്ഷെ അല്പസമയത്തിനകം ആ വാർത്ത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന. ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം വകവയ്ക്കാതെ പരിഷ്കരിച്ച മാതൃകയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഉറച്ച് ഗതാഗത വകുപ്പ്. ടെസ്റ്റ് നടത്താൻ ഉചിതമായ സ്ഥലം കണ്ടെത്താൻ RTO-മാർക്ക് നിർദ്ദേശം നൽകി. അപേക്ഷകർ സ്ലോട്ട് ലഭിച്ചതിന് അനുസരിച്ച് ഹാജരാകണം. അഖിൽ ഷാ അൻസാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഖിൽ ഷാ, എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഗതാഗത വകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത്? ഉന്മേഷ്, കഴിഞ്ഞ 7 ദിവസമായി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി തന്നെ തുടരുകയാണ്. പ്രധാനമായും ഈ പ്രതിഷേധങ്ങളെ തുടർന്നാണ്, വലിയ പ്രതിഷേധങ്ങളാണ് ഈ പരിഷ്കരണത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ RTO-മാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നെങ്കിലും, അതായത് ഈ ഗ്രൗണ്ടുകളിൽ എത്തിയെങ്കിലും ഈ പ്രതിഷേധങ്ങളെ തുടർന്ന് ഈ ടെസ്റ്റുകളൊന്നും നടന്നിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ ടെസ്റ്റുകൾ അതേപടി തന്നെ, അതായത് പരിഷ്കരിച്ച പടി തന്നെ നടത്തണമെന്നുള്ള കർശനമായ നിർദ്ദേശം ഗതാഗത മന്ത്രി ഇപ്പോൾ നൽകുന്നുണ്ട്. സ്ലോട്ട് ലഭിച്ചവർ, ഏതൊക്കെ ദിവസമാണോ സ്ലോട്ട് ലഭിച്ചവർ അതേ ദിവസം ടെസ്റ്റിനായി എത്തണമെന്നുള്ള നിർദ്ദേശവും ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. ബഹിഷ്കരണങ്ങൾക്കിടയിലും പലരും ഇത്തരത്തിൽ ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ എത്തി ടെസ്റ്റ് നടത്തി പോയി എന്നുള്ളതാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അവകാശപ്പെടുന്നത്. എന്തായാലും നാളെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ടെസ്റ്റുകൾ കർശനമായി നടത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ടെസ്റ്റ് നടത്തുന്നതിന് സർക്കാർ ഉടമസ്ഥയിലുള്ള ഭൂമികളോ അല്ലെങ്കിൽ സ്വകാര്യ ഉടമസ്ഥരുടെ സന്നദ്ധ സ്വകാര്യ ഉടമസ്ഥരുടെ ഭൂമികളോ ഏറ്റെടുത്ത് അവിടെ സജ്ജമാക്കാൻ അടിയന്തരമായി ഈ ടെസ്റ്റ്
ടെസ്റ്റ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കാനുള്ള നിർദ്ദേശവും ആർടിഒമാർക്ക് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ടെസ്റ്റ് നടത്തുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഈ ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യവും ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഉന്മേഷ്, അപ്പോൾ സമരത്തെ മറികടന്ന് മുന്നോട്ട് പോകാൻ ഗതാഗത വകുപ്പ് ഇപ്പോൾ ശ്രമം തുടങ്ങിയിരിക്കുന്നു. ടെസ്റ്റുമായി മുന്നോട്ട് പോകുക, ആ നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. അഖിൽ ഷായാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം അത് അവസാനിപ്പിക്കാൻ ധാരണയായിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. സെൻട്രൽ ലേബർ കമ്മീഷൻ നടത്തിയ ചർച്ചയ്ക്കാണ് ഇപ്പോൾ ആ ചർച്ചയിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. നേരത്തെ 25 ജീവനക്കാരെ എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് പിരിച്ചുവിട്ടിരുന്നു. ഈ ജീവനക്കാരെ തിരിച്ചെടുക്കാനുള്ള തീരുമാനമായിരിക്കുന്നു. അങ്ങനെ ആ ചർച്ച ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. വലിയ പ്രതിസന്ധിയാണ് ഈ സമരമുണ്ടാക്കിയത്. ഇന്നലെയും ഇന്നുമായി ഒട്ടേറെ സർവീസുകൾ മുടങ്ങുന്ന അവസ്ഥയുണ്ടായി. ഗൾഫിലേക്ക് പോകേണ്ട ഒട്ടേറെ യാത്രക്കാരെ ദുരിതത്തിലാക്കി. ആ യാത്രക്കാരുടെ പ്രതിഷേധം നമ്മൾ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ കണ്ടതാണ്. ടിക്കറ്റുകൾ മാറ്റി നൽകാം, റീഫണ്ട് നൽകാം എന്നടക്കമുള്ള നിലപാടൊക്കെ എയർ ഇന്ത്യ മാനേജ്മെന്റ് സ്വീകരിച്ചുവെങ്കിലും യാത്രക്കാർ പലപ്പോഴും അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയാതെ വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്ന് വിമാനത്താവളങ്ങളിൽ ഉയരുന്നു നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പ്രതിസന്ധിക്ക് പരിഹാരമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമരം തീരുകയാണ്. ഇതോടെ സർവീസുകൾ പഴയപടിയാകുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇന്നും 100-നടുത്ത് സർവീസുകൾ മുടങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിലെ പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുന്നു. കൂട്ടയവധിയെടുത്ത് പ്രതിഷേധിച്ചതിന്റെ പേരിൽ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കും. ജീവനക്കാരുടെ പരാതി വിശദമായി കേൾക്കാം എന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. ജീവനക്കാർ ഉടൻ ജോലിയിൽ തിരികെ പ്രവേശിക്കും. ലേബർ കമ്മീഷണറുടെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, അങ്ങനെ സമരം തീരുകയാണല്ലേ? ഉന്മേഷ്, ഇന്ന് സെൻട്രൽ ലേബർ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ എയർ ഇന്ത്യ എക്സ്പ്രസിലെ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചർച്ച വിജയകരമായിരിക്കുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിൻ അധികൃതരും ജീവനക്കാരുടെ പ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഈ ജീവനക്കാരുടെ ഉപാധികൾ മുന്നോട്ട് വെച്ചു. പ്രാഥമികമായ ഉപാധി എന്നുള്ളത് ജോലിക്ക് ഹാജരാകാത്തതിന്റെ പേരിൽ 25 ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു കമ്പനി. ഉടൻ തിരികെ എടുക്കണം എന്നുള്ളതാണ്. ആ ആവശ്യം കമ്പനി അംഗീകരിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ അവരെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് കമ്പനി പിൻവലിക്കും. ഒപ്പം തന്നെ എത്രയും വേഗം ജീവനക്കാർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരായി ജോലിക്ക് ഹാജരാകണം എന്ന ആവശ്യം കമ്പനി മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇത് അംഗീകരിച്ചിരിക്കുകയാണ്. മറ്റ് ആവശ്യങ്ങൾ ജീവനക്കാർ ഈ സമരത്തിന് കാരണമായി നേരത്തെ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും ചില ഉപാധികളോടെ ധാരണയായിരിക്കുന്നു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ലേബർ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന സമയക്രമത്തിന് അനുസരിച്ച് ഇക്കാര്യത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടാകും. അത്തരത്തിൽ അനുഭാവപൂർവ്വം ജീവനക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് അംഗീകരിക്കും എന്ന ഉറപ്പ് അവർക്ക് ലഭിച്ചിരിക്കുന്നു നിലവിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രതിസന്ധിക്ക് പരിഹാരം ആയിരിക്കുന്നത്. ഇന്നലെ 90ഓളം സർവീസുകളും ഇന്ന് 85ഓളം സർവീസുകളും ഈ പ്രതിസന്ധിയെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന് റദ്ദാക്കേണ്ടി വന്നിരുന്നു. തുടർന്ന് എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് സർവീസ് നടത്തുന്നത് അടക്കം എയർ ഇന്ത്യ എക്സ്പ്രസ് പരിഗണിച്ചു വരുന്നതിനിടെയാണ് ജീവനക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുന്നത്. ഉന്മേഷ്, ബൽറാം, അതായത് ഇപ്പോൾ ഇവർ മുന്നോട്ട് വെച്ച ഒട്ടനവധി ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിനൊന്നും ഇപ്പോൾ ഒരു പരിഹാരമാകുന്നില്ല. അതിലൊക്കെ തീരുമാനം പിന്നീട് ചർച്ചകൾ ആ നിലയ്ക്ക് തുടരുമെന്നല്ലേ? ഉന്മേഷ്, നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ജീവനക്കാർ ഇന്ന് നടത്തിയ ചർച്ചയിൽ പ്രധാന ആവശ്യമായി മുന്നോട്ട് വെച്ചത് ഈ നടപടിയെടുത്ത 25 ജീവനക്കാരെ ഉടൻ തിരിച്ചെടുക്കുക, അവരെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് പിൻവലിക്കുക എന്നുള്ളതാണ്. അതിന് ഉടൻ പരിഹാരമായിരിക്കുന്നു. മറ്റ് പല ആവശ്യങ്ങളും ഈ ജീവനക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് യൂണിയൻ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യങ്ങൾ അവർക്ക് ജോലിക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന സേവന വേതന വ്യവസ്ഥ കൃത്യമായി പാലിക്കുന്നില്ല. കൂടാതെ ഈ സീനിയോറിറ്റി സ്ഥലം പരിഗണിക്കാതെ അവരുടെ വാഗ്ദാനം ചെയ്തിരുന്ന തൊഴിൽ അന്തരീക്ഷമല്ല അവർക്ക് ലഭിക്കുന്നത്. പോസ്റ്റുകളും തൊഴിൽ അവരുടെ ജോലി എന്താ എന്നതിൽ പോലും വ്യത്യാസമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി തന്നെ പരിഹരിക്കാമെന്ന ഉറപ്പാണ്. തുടർ ചർച്ചയ്ക്കുള്ള സമയക്രമം, ഈ ഉറപ്പുകൾ പാലിക്കാനുള്ള സമയക്രമം അടക്കമുള്ള കാര്യങ്ങൾ സെൻട്രൽ ലേബർ കമ്മീഷനായിരിക്കും നിശ്ചയിക്കുക. നേരത്തെ തന്നെ ഈ ജീവനക്കാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ കേൾക്കാൻ പോലും കമ്പനി തയ്യാറാകുന്നില്ല, പരിഹാരമാകുന്നില്ല എന്ന
ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിലൊരു കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നാണ് ജീവനക്കാർ അറിയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സെൻട്രൽ ലേബർ കമ്മീഷന്റെ മധ്യസ്ഥതയിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു പരിഹാരമായിരിക്കുന്നു, ധാരണയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്മേഷ്, അങ്ങനെ പ്രതിസന്ധി അവസാനിക്കുന്നു എന്ന് കരുതാം. സമരം പിൻവലിക്കാനുള്ള ധാരണ ആയിട്ടുണ്ട്. അപ്പോൾ അത് യാത്രക്കാരുടെ ദുരിതത്തിന്, പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നും ഒട്ടനവധി പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക്, കോഴിക്കോട്ടേക്കാണ്. അവിടെ കടം തീർക്കാൻ ഒരു കമ്പനി അവരുടെ കോംപ്ലക്സ് മറ്റൊരു കമ്പനിക്ക് കൈമാറിയത് വിവാദമാവുകയാണ്. ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് ആണ് കാനറ ബാങ്കിന്റെ കടം തീർക്കുന്നതിനായി സ്വകാര്യ കമ്പനിക്ക് കൈമാറിയത്. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ ഉത്തരവനുസരിച്ചാണ് കൈമാറ്റം എന്നാണ് വിശദീകരണം. എന്നാൽ സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതിന് പിന്നിൽ ഒത്തുകളി എന്ന ആരോപണവുമുണ്ട്. ഒരു കാലത്ത് കോഴിക്കോടിന്റെ മുഖമുദ്രയായിരുന്നു സ്റ്റീൽ കോംപ്ലക്സ്. മാസത്തിൽ 6000 ടൺ ഉൽപ്പാദനം നടത്തിയിരുന്ന സ്ഥാപനം പ്രത്യക്ഷമായും പരോക്ഷമായും 2000-ലധികം തൊഴിലാളികൾക്ക് ജോലി നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തിവന്ന ഈ സ്ഥാപനമാണ് ഇപ്പോൾ ഒരു സ്വകാര്യ കമ്പനിക്ക് വിറ്റിരിക്കുന്നത്. ൽ സ്വകാര്യ മേഖലയിലാണ് സ്റ്റീൽ കോംപ്ലക്സ് തുടങ്ങിയത്. പിന്നീട് 1995 സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. 2008 കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായി. 2011 കനറ ബാങ്കിൽ നിന്ന് 45 കോടി രൂപ വായ്പയെടുത്ത് പുതിയ റോളിംഗ് മിൽ സ്ഥാപിച്ചു. ഈ തുക തിരിച്ചടയ്ക്കാതെ 108 കോടിയിലെത്തി. ഇത് തിരിച്ചുപിടിക്കാനാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ കനറ ബാങ്ക് സമീപിച്ചത്. ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരമാണ് ടെൻഡർ നടപടി ഉൾപ്പെടെ നടന്നത്. എന്നാൽ ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് സ്റ്റീൽ കോംപ്ലക്സ് കൈമാറാൻ കഴിയില്ലെന്നും ഇതിന് പിന്നിൽ കള്ളക്കളിയുണ്ടെന്നും മുൻ വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീം. ഇങ്ങനെ ആ സ്ഥലം വിൽപ്പന നടത്താൻ കേരള ഗവൺമെൻറ്റിന് അനുമതി വേണം. ഇതൊന്നും പരിഗണിക്കാതെയാണ് NCLT വിധി പറഞ്ഞത്. 2 തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ഈ വിധിയിലൊന്നും പറഞ്ഞിട്ടില്ല. ബാങ്കിൻ്റെ ഡ്യൂ മാത്രമേ പറഞ്ഞു. അതുകൊണ്ട് തൊഴിലാളികൾ അനുവദിക്കില്ല. തൊഴിലാളികൾ സംഘടിതമായി ചെറുത്ത് നിന്നാൽ അതിന് മറ്റ് തൊഴിലാളി സംഘടനകളും എല്ലാം പിന്തുണ കൊടുത്താൽ ഒരാൾക്കും അതിനുള്ളിൽ കടക്കാൻ കഴിയും. ഇപ്പോൾ അടുത്ത ദിവസം അവർ സ്ഥലം വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുള്ളിലേക്ക് ഒരാളെയും കയറ്റില്ല. ഈ 2 കാരണങ്ങളാൽ ഇത് ഒരാൾക്കും കൈവശപ്പെടുത്താൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സർക്കാർ അപ്പീൽ നൽകണമെന്നും MK രാഘവൻ. പൊതുമരാമത്ത് മന്ത്രിയുടെ മണ്ഡലം കൂടിയാണെന്ന് ആലോചിക്കണം. ഒരു പൊതുമേഖലാ സ്ഥാപനം, തൻ്റെ മണ്ഡലത്തിലെ പൊതുമേഖലാ സ്ഥാപനം ചെറിയ കാശിന് വിൽക്കുന്നു. വലിയ ആസ്തി നിങ്ങൾ ആലോചിക്കണം. എന്തുകൊണ്ട് അത് ഏറ്റെടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറായില്ല? ഇത് കൃത്യമായി സ്റ്റേറ്റ് ഗവൺമെൻറ്റും വ്യവസായ വകുപ്പും മന്ത്രി റിയാസും ഉത്തരം പറയണം എന്നാണ്. ഞാനിപ്പോൾ ഇന്നലെ തന്നെ 2 പേർക്ക് മെയിൽ കൊടുത്തു, കേന്ദ്രമന്ത്രിക്കും സെക്രട്ടറിക്കും, പുനഃപരിശോധിക്കാൻ വേണ്ടി. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അപ്പീൽ പോകണം. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് തയ്യാറാകണം. ഇതാണ് എക്സിക്യൂട്ടീവ്. തൊഴിലാളികളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ കമ്പനി കരാറിൽ ഒന്നുമില്ലെന്നും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നും തൊഴിലാളി യൂണിയനുകളും വ്യക്തമാക്കി. വളരെ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ കൈക്കൊള്ളുക. ഏതൊക്കെ അറ്റം വരെ നമുക്ക് പോകാൻ പറ്റും അതുവരെ പോകും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ട് ഗാന്ധിജി പറഞ്ഞതുപോലെ ഡു ഓർ ഡൈ, അതേപോലെ ഇത് മാത്രമേ ഞങ്ങളിലുള്ളൂ. 300 കോടി രൂപയുടെ ആസ്തിയുള്ള സ്റ്റീൽ കോംപ്ലക്സ് വെറും 30 കോടി രൂപയ്ക്ക് സ്വകാര്യ കമ്പനിക്ക് നൽകുന്നതും വലിയ ചർച്ചയാകുന്നുണ്ട്. എന്താണ് ഈ സ്ഥാപനത്തിന്റെ നിലവിലത്തെ അവസ്ഥ? എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. ഈ സ്ഥാപനം നിലനിർത്തണം. ജീവനക്കാർക്ക് ആവശ്യമായ ശമ്പളവും ആനുകൂല്യവും നൽകണം. ഇവിടെയുള്ള ജീവനക്കാരെ പുനരധിവസിപ്പിക്കണം. അങ്ങനെ ആവശ്യങ്ങൾ നിരവധിയാണ്. ക്യാമറാമാൻ രാജേഷ് വള്ളിരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. 300 കോടിയുടെ ആസ്തിയുള്ള സ്റ്റീൽ കോംപ്ലക്സ് 30 കോടി രൂപയ്ക്ക് നൽകുന്നതിൽ ദുരൂഹത ആരോപിക്കുന്നവരേറെയാണ്. പ്രതികരണങ്ങളിലേക്ക്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായി വിറ്റൊഴിക്കുകയാണ് കേന്ദ്രവും കേരളവും. സാധാരണയായി ഏറ്റവും പഴി കേൾക്കുന്നത് കേന്ദ്രത്തിനാണ് പൊതുമേഖലാ സ്ഥാപനം വിറ്റുവെച്ചു എന്നുള്ളത്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വർഷങ്ങളായി ഇത് തുടരുന്ന പ്രതിഭാസമാണ്. അതിലൊന്നാണ് കോമൺവെൽത്ത്, ഗോളിയർ റൺസ്. ഇനി ഇതാ നമ്മുടെ സ്റ്റീൽ കോംപ്ലക്സും തുച്ഛമായ വിലക്കാണ് അത് കൊടുത്തതാണ് എൻ്റെ അഭിപ്രായം. കാരണം 30 കോടിക്കേറ്റാണ് വിറ്റതെന്നാണ് പറയുന്നത്. 30 ഏക്കറോളം സ്ഥലമുണ്ട്. ഭൂമിൻ്റെ വില പോലും ആ വിൽപ്പനയിൽ കിട്ടിയിട്ടില്ല. ഇത് വിൽപ്പന നടത്തുന്നതിൽ മാത്രമല്ല, തൊഴിലാളികൾക്ക് ഇതിൽ സ്റ്റേ ഇല്ലാത്ത രീതിയിലുള്ള വിൽപ്പനയാണ് നടത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പ് പല സ്ഥാപനങ്ങളും വിൽപ്പന നടത്തിയിട്ടുണ്ട്. അത് തൊഴിലാളികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിൽപ്പനയാണ്
നടത്തിയിട്ടുള്ളത്. ഇതേ സ്ഥാപനത്തിൽ ഇതേ തൊഴിലാളികൾക്ക് അവിടെ അവരുടെ എല്ലാ അവകാശങ്ങളും അവരുടെ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടും അവർക്ക് ജോലി നൽകിക്കൊണ്ടുമാണ് നടത്തിയിരുന്നത്. പക്ഷേ ഇത്തവണ അതുപോലും ഇല്ലാതെ പൂർണ്ണമായും അത് സെയിലായി നടത്തിയിരിക്കുകയാണ്. ഇത് തൊഴിലാളി വിരുദ്ധമാണ്. വിശദമായ ഒരു അന്വേഷണം നടത്തിയിട്ട് ഇതിൻ്റെ പിന്നിലുള്ള കരങ്ങൾ ഏതാണെന്നുള്ളത് പുറത്തു കൊണ്ടുവരണം. കാരണം തൊഴിലാളികളെ സംബന്ധിച്ച് ഇന്ന് വളരെ ആശങ്കയിലാണ്. തൊഴിലാളികൾക്ക് ഇനി മിനിമം, ഞാനിവിടെ 33 വർഷം സർവീസുള്ളൊരു ജീവനക്കാരനാണ്. എനിക്കിനി 5 വർഷം കൂടെ സർവീസ് ഉണ്ട്. കാരണം ഈ പ്രായത്തിൽ ഇവിടെ ജോലി ചെയ്ത് പോയി ഈ പ്രായത്തിലായിട്ട് ഇനി പുറത്തു പോയിട്ടൊരു ജോലി ചെയ്യാൻ കഴിയില്ല. അതുപോലെ 13ഓളം ആളുകൾ ഇന്ന് ബീവറേജിൽ ഡെപ്യൂട്ടേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ഒരു 12ഓളം ആളുകൾ ഇവിടെ തന്നെ ഉണ്ട് നിലവിൽ. അപ്പോൾ ഇത്രയും ആളുകളുടെ തൊഴിൽ സംരക്ഷണം വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ കഞ്ചിക്കോടേക്ക് പോകുന്നു. ഒരു വാർത്ത വരുന്നുണ്ട് അവിടെ നിന്ന്. പാലക്കാട് കഞ്ചിക്കോട് ഇരുചക്ര വാഹന യാത്രികന് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. എഞ്ചിൻ ഓഫായ വാഹനം ഉപേക്ഷിച്ച് ഓടിയതിനാൽ യുവാവിന് ജീവൻ തിരിച്ചു കിട്ടി. വാഹനം ആന തകർത്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഖിൽ പ്രമേഷ് ഉണ്ട് വിവരങ്ങളുമായി പാലക്കാട്. നിഖിൽ, ഇതെപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? ഉന്മേഷ്, അല്പസമയം മുൻപാണ് ഈ സംഭവം. നമുക്കറിയാം, ഒരു മാധ്യമ പ്രവർത്തകന്റെ ജീവൻ നഷ്ടമായതിന്റെ വലിയ വേദന നമ്മുടെ മുന്നിലുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം. മലമ്പുഴ കഞ്ചിക്കോട് മേഖലകളിൽ കഴിഞ്ഞ കുറേ അധികം ദിവസമായി കാട്ടാനകളുടെ സ്വൈര്യവിഹാരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജനവാസ മേഖലകളിലടക്കം നിരന്തരം ഇവ എത്തുന്നുണ്ടായിരുന്നു. വെള്ളവും മറ്റും അന്വേഷിച്ചാണ് ഈ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത്. അതിൽ PT-14 അടക്കമുള്ള ആനയ്ക്ക് ഇപ്പോൾ മതപ്പാടുള്ള സമയം കൂടിയാണ്. എന്തായാലും ഒരു ഇരുചക്ര വാഹന യാത്രികൻ തലനാരിഴക്കാണ് ഇപ്പോൾ ഈ കാട്ടാനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത്. ധോണി സ്വദേശി ബിനോയ് സഞ്ചരിച്ച വാഹനമാണ് കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. കഞ്ചിക്കോട് നിന്നും ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകും വഴിയാണ് ബിനോയ്ക്ക് നേരെ ഈ കാട്ടാന പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇരുചക്ര വാഹനം ഓഫായതോടെ യുവാവ് വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാട്ടാനയ്ക്ക് തൊട്ട് മുന്നിൽ എത്തിയപ്പോഴാണ് ഈ വാഹനം ഓഫാകുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഇദ്ദേഹം വനംവകുപ്പ് ഓഫീസിൽ അഭയം തേടുകയായിരുന്നു. കഞ്ചിക്കോട് മലമ്പുഴ പാതയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോഴും ഈ വനംവകുപ്പ് ഓഫീസിൽ തന്നെ തുടരുകയാണ്. ആനയുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ മുക്തനായിട്ടില്ല എന്നുള്ളതാണ് ബിനോയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത്. ഉന്മേഷ്, ശരി നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക്. മലപ്പുറം തിരൂർ വാളമരുതൂരിലെ വനിതാ കർഷകർ പ്രതിസന്ധിയിൽ. വനിതാ കൂട്ടായ്മ കൃഷി ചെയ്ത വെള്ളരിയും വെണ്ടയും പാടത്ത് കെട്ടിക്കിടക്കുകയാണ്. ആകെ 15 കിലോ വെള്ളരി മാത്രമാണ് കൃഷിവകുപ്പ് ഇവരിൽ നിന്നും ഏറ്റുവാങ്ങിയത്. 20 വനിതകളടങ്ങുന്ന സംഘം ജൈവ പച്ചക്കറി കൃഷി ഇറക്കി. 100 മേനി വിളവെടുപ്പ്. എല്ലാവർക്കും സന്തോഷം. പക്ഷേ ഈ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. കാരണം ഇവരുടെ പച്ചക്കറികൾ വാങ്ങാൻ ആളില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തിരൂർ മംഗലം വാളമരുതൂരിലെ 3 ഏക്കർ പാടത്താണ് വനിതകൾ വെണ്ടയും വെള്ളരിയും കൃഷിയിറക്കിയത്. നന്നായി പച്ച പിടിച്ചു. വിഷുവിനു മുന്നേ വിളവെടുപ്പ് തുടങ്ങി. അന്ന് നന്നായി വിറ്റുപോയി. ശേഷമുള്ള വിളകളാണ് കെട്ടിക്കിടക്കുന്നത്. 1000 കിലോയോളം വെള്ളരിയാണ് ബാക്കിയായത്. കൃഷിവകുപ്പ് 15 കിലോ വെള്ളരി മാത്രമാണ് ഇവരുടെ അടുത്ത് നിന്ന് ശേഖരിച്ചത്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കൃഷി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അത് ഇങ്ങനെ നാശമായി പോണേൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഞങ്ങളെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും ആയിട്ട് ഞങ്ങൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് മുളക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെള്ളമില്ലാത്ത കാരണം അത് കരിഞ്ഞു പോണ ഒരു ഘട്ടത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് എന്തായിരുന്നാലും ഈ വെണ്ടയും വെള്ളരി ഞങ്ങൾക്കൊന്ന് വിറ്റ് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്നാണ്. വാങ്ങാൻ ആളില്ലാത്തതിനാൽ വെണ്ട മൂത്ത് തുടങ്ങി. ഈ സമയത്ത് ജൈവ പച്ചക്കറികൾക്ക് നല്ല വില ലഭിക്കും. വ്യാപാരികളാണെങ്കിൽ ഇവരിൽ നിന്ന് പച്ചക്കറി സ്വീകരിക്കുന്നുമില്ല. ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികളാണ് വ്യാപാരികൾക്ക് പ്രിയം. ബന്ധപ്പെട്ടവർ ഇടപെട്ടില്ലെങ്കിൽ ഈ പാവങ്ങളുടെ പച്ചക്കറികളെല്ലാം നശിച്ചു പോകും. ഇവരുടെ അധ്വാനവും സമ്പത്തുമെല്ലാം വെള്ളത്തിലാകും. ഇവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. വനിതാ കർഷകർ കൂടിയാണ്. സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. പച്ചക്കറി വിറ്റുപോകാത്തതിനൊപ്പം ചൂട് കൂടി കനത്തതോടെ ഇരട്ടി പ്രതിസന്ധിയിലാണ് കർഷകർ. പ്രതികരണങ്ങളിലേക്ക്. കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ നശിച്ചു പോകുന്നത് കാണുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. എല്ലാ തരത്തിലും സർക്കാർ ഇത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കൂടുതൽ കൃഷി ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇത് കാരണത്താൽ ഞങ്ങൾ ഇനി കൃഷിയിലേക്ക് വരണോ എന്ന് പോലും സംശയിക്കുന്ന
രീതിയാണിത്. ഇത്രയും കൃഷി ഇറക്കിയിട്ട് വിളവും ലഭിച്ചു. ഇത് ദിവസവും വെണ്ട വിളവെടുപ്പ് നടത്തുന്നതാണ്. ഞാൻ തന്നെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് കടക്കാരടുത്ത് പോയിട്ട് ചോദിക്കുമ്പോൾ കടക്കാർ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിസ്സാരം തള്ളി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അത് പറഞ്ഞ് കൃഷി ഓഫീസിൽ പറഞ്ഞിട്ടും അവരും അതിന് വേണ്ട ഒരു നടപടി എടുക്കണില്ല. ഒരു 20ഓളം കുടുംബങ്ങൾ ഇതിൽ അമ്മമാർ ഈ കൃഷിക്ക് മുന്നോട്ട് വന്നിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ കൃഷി ഉണ്ടാക്കാൻ പറ്റിയത്. ഇപ്പോൾ ഇവിടെയൊക്കെ ഉണങ്ങി ഏകദേശം വെള്ളത്തിൻ്റെ ലഭ്യത കുറവ്, ഇത് വിറ്റ് പോകത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാരണം കൃഷിയൊക്കെ നശിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. KSEBിയുടെ ഭാഗത്തു നിന്ന് കറണ്ടുകെട്ടിന് സമാനമായ പ്രവർത്തികൾ ഉണ്ടാകുന്നു എന്നടക്കമുള്ള കമന്റുകൾ ഒക്കെ വരുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് നാളെ ഉണ്ടോ എന്ന് സഞ്ജയ് ചോദിക്കുന്നുണ്ട്. സമരം തീർന്നിട്ടുണ്ട്, സർവീസുകൾ പഴയപടിയാകുമോ എന്നറിയില്ല. അത് ഔദ്യോഗികമായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്ന് അറിയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റ് ജനകീയ വിഷയങ്ങളിലേക്ക് ദിവസങ്ങളായി കടുവാ ഭീതിയിൽ കഴിയുകയാണ് പത്തനംതിട്ട കോന്നിയിലെ കുളത്തുമൺ പ്രദേശം. ജനവാസ മേഖലയോട് ചേർന്നാണ് ഈ പ്രദേശമുള്ളത്. വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങളുള്ളത്. നോക്കാം ആ പ്രതിസന്ധി എന്താണെന്ന്. കാട്ടാന, പുലി, കാട്ടുപോത്ത്, ഇത്തരം വാർത്തകളൊക്കെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരാറുണ്ട്. ഇതാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നാട്ടുകാർ ആശങ്കയിലും. സാധാരണ വന്യജീവി ആക്രമണം നടക്കുന്ന മേഖല തന്നെയാണ് വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന കുളത്തുമൺ പ്രദേശം. പുലിയുടെ സാന്നിധ്യം മേഖലയിൽ മുൻപ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെട്ടിരുന്നെങ്കിലും നേരിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. വീടിനു സമീപത്ത് കല്ലേലി ഹാരിസൺ എസ്റ്റേറ്റ് പാറക്കുളം ഭാഗത്ത് കടുവ കിടക്കുന്നതാണ് ആദ്യം കണ്ടത്. കാണാതായ പശുവിനെ തിരയുന്നതിനിടെയാണ് കടുവയെ കണ്ടത്. ഞങ്ങളിവിടെ സ്ഥിരം താമസക്കാരാണ്. പശു വളർത്തുണ്ട്. ഞങ്ങൾ പശുവിനെ എന്നെയുള്ള പശുവിനെ കാണാതെ പോയതുകൊണ്ടാണ് ഞാൻ നോക്കാൻ വേണ്ടി പോയതാണ്. അന്നേരമാണ് ഞങ്ങൾ പാറയോട് ചെന്നപ്പോൾ പാറക്കുളത്തിൽ എന്നും കുളിക്കുന്ന സ്ഥലമാണ്, പശുക്കളെല്ലാം വെള്ളം കുടിക്കുന്ന സ്ഥലമാണ്. അവിടെ ചെന്നപ്പോഴാണ് കടുവ കിടക്കുന്നത്. ഞങ്ങളെ ഓടിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് 50 മീറ്റർ പോലും ഇല്ല പാറക്കുളം. അവിടെ ആ പശുക്കളെ നോക്കിയിട്ട് കണ്ടില്ല ഇതുവരെ. തുടർന്ന് കടുവ വലിയ ശബ്ദമുണ്ടാക്കി പാറയുടെ മുകളിലേക്ക് മാറി അവിടെ തുടർന്നു. പിന്നീട് നാട്ടുകാർ വലിയ ശബ്ദമുണ്ടാക്കിയാണ് കടുവയെ ഓടിച്ചത്. ബുദ്ധിമുട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പകൽ പോലും പറഞ്ഞാൽ ഇതുവഴി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആന ഒരു സമയത്ത് ആനമഴയുടെ സീസണാകുമ്പോൾ ആന, ഇപ്പോൾ കാട്ടുപോത്ത്, ബ്ലാവ്, എല്ലാ മൃഗങ്ങളും കരടി വരെ ഇറങ്ങി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ വനപാലക സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാൽപ്പാടുകൾ കണ്ട് കടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വനവും ജനവാസ മേഖലയും തമ്മിൽ വേർതിരിക്കുന്ന യാതൊരു സുരക്ഷയും ഇവിടെ ഇല്ലെന്നും പ്രദേശവാസികളായ തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ജനവാസ മേഖലയുടെ പരിസരത്തു തന്നെ കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലായ നാട്ടുകാരുടെ ആശങ്ക അകറ്റാൻ വനംവകുപ്പും ഇടപെടൽ തുടങ്ങിയിട്ടുണ്ട്. അവരും കൃത്യമായ രീതിയിൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതുമാത്രം പോരാ, കടുവയുണ്ടോ എന്ന് സ്ഥിരീകരിച്ച് അതിനെ ഈ നാട്ടിൽ നിന്ന്, വനപ്രദേശത്തോട് ചേർന്ന മേഖലയിൽ നിന്ന് ഉടൻ തന്നെ മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ അവിടെ ജനം ഭീതിയിലാണ്. ജീവൻ ഭയന്ന് വീടിന് പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുളത്തുമൺ നിവാസികൾ. വന്യമൃഗങ്ങളിൽ നിന്ന് തങ്ങൾക്ക് എന്ത് സംരക്ഷണം എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഇവിടെ കുളത്തുന്ന ഭാഗത്ത് കടുവ ഇറങ്ങിയതായിട്ട് അറിഞ്ഞു. അപ്പം അതിൻ്റെ അടുത്ത ഏറിയാലാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. വനത്തോട് ചേർന്നാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് ഇറങ്ങി നടക്കാനും കൃഷിക്കകത്ത് വരാനൊക്കെ ഭയങ്കര ഭയമുണ്ട്. കടുവയിടുണ്ട്. കൊച്ചുങ്ങളും മുറ്റത്തിറങ്ങും. എപ്പോഴും സൂക്ഷിക്കാൻ മുറ്റത്താ എപ്പോഴും പിള്ളേരും വലിയൊരു ഭീതിയിലായിട്ട് ഇരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്തൊരു വലിയ വിഷമത്തിൽ ഫോറസ്റ്റുകാർ വന്ന് അതിലൊക്കെ വെടിവെച്ചു, അതിൽ പടക്കം പിടിച്ചു. പക്ഷെ ഞങ്ങൾക്ക് പാമ്പാണെങ്കിലും ആനയാണെങ്കിലും കടുവയുടെ ഭീതിയോടെ ആയപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്ത പേടിയാണ്. സന്ധ്യ കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങും. ഒരു പശുവിനെ കാണാൻ പോയി നോക്കി ചെന്നപ്പോഴേ ഇതുപോലെ കടുവ ഇവിടുന്ന് ഏകദേശം 50 മീറ്റർ അകലത്തിൽ ഈ കടുവ ഒരു കുളത്തിൽ പാറക്കുളത്തിൽ കിടക്കുന്നതുണ്ട്. അവരെ ഓടിക്കുക. അപ്പോൾ അതിനെ നോക്കാൻ വേണ്ടിയിട്ട്, പശുവിനെ നോക്കാൻ വേണ്ടിയിട്ട് എന്നെ കൂടെ വിളിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കടുവയുടെ പാടും കണ്ടു. അവിടുന്ന് ഒരു 50 മീറ്റർ മേളിൽ കയറി ഞങ്ങളിങ്ങനെ ആ പാറയിൽ തന്നെ നിൽക്കുമ്പോൾ ഞങ്ങളവിടെ നോക്കി ചെറിയ അനക്കം കേട്ടപ്പോൾ ഈ കടുവ വീണ്ടും അവിടെ മുകളിൽ നിൽക്കുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി പാട്ട കിടപ്പുണ്ടായ പാട്ടയൊക്കെ അടിച്ചു കഴിഞ്ഞപ്പം ഈ കടുവ നേരെ ഹാരിസൻ്റെ റബ്ബറിൻ്റെ അകത്തൂടെ മേപ്പോട്ട് കയറി പോകുന്നത് കണ്ടു.
അപ്പോൾ അവരുടെ ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതോടെ പൊതുജന കഴുതൽ എന്ന പരിപാടി പൂർത്തിയാവുകയാണ്.